ഹായ്. അപ്പൊ എൻ്റെ നാട്ടിലെ കുറേ ചെറുപ്പക്കാരുടെ, അതായത് സ്കൂളിൽ പഠിക്കുന്ന പ്ലസ് ടു പഠിക്കുന്ന ചെക്കന്മാരുടെ സംശയമാണ്. എന്നോട് ഇങ്ങനെ ചോദിക്കലുണ്ട്. അത് ഞാൻ സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചത്, പ്രേമിച്ചാണ് കേട്ടോ. പക്ഷെ ഞാൻ ഇതേപോലെ ഫോൺ ചെയ്തുകൊണ്ടും പിന്നാലെ നടന്നുകൊണ്ട് ശല്യം ചെയ്തുകൊണ്ടൊന്നല്ല. എൻ്റെ ഇഷ്ടം അറിയിച്ചു, അതുപോലെ ഓരോ വീട്ടുകാരെ അറിയിച്ചു, എൻ്റെ വീട്ടുകാരെ അറിയിച്ചു. അങ്ങനെ കാത്തിരുന്നു, 5-8 വർഷം കാത്തിരുന്നു. അതോളം ശല്യമൊന്നും ചെയ്യാതെ നമ്മൾ വിവാഹം കഴിച്ചത്. പിന്നെ അപ്പോൾ എനിക്കിതിനെ കുറിച്ച് അഭിപ്രായം പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളൊക്കെ എന്താ പറയുക, മനുഷ്യന്മാരല്ലേ. അപ്പോൾ മനുഷ്യന്മാർക്ക് ഓരോ കാര്യങ്ങൾക്കും ആഗ്രഹങ്ങളും, പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് ഒരു പ്രായത്തിൽ പെൺകുട്ടികളോട് ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെ ആത്മാർത്ഥമായ ഇഷ്ടവും കാര്യങ്ങളൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മൾ ഈ ഫോൺ ചെയ്ത് കണ്ടും പിന്നാലെ നടന്നു കണ്ടൊക്കെ ശല്യം ചെയ്യുന്നതിന് പകരം അവരെ വീട്ടുകാരുമായും കല്യാണപ്രായമൊക്കെ എത്തിയാലട്ടോ പറയുന്നത്, അതുമാതിരി നമ്മളെ വീട്ടുകാരുമായൊക്കെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് നടക്കുമെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുക. എന്നാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇസ്ലാം പറയുന്നത് ശരിക്കും പ്രേമിക്കണം എന്നാണ്, അല്ലേ? കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇസ്ലാം പ്രേമിക്കണം, സ്നേഹിക്കണം, ഭാര്യയെ സ്നേഹിക്കണം, ഭാര്യ ഭർത്താക്കന്മാരെ സ്നേഹിക്കണം എന്നാണ് ഖുർആനിലും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് നമ്മളെ. ശരിക്കും നമ്മളെ ഭാര്യയും ഭർത്താവും കൈകൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ കൈകളിൽ വിരലുകൾക്കിടയിലൂടെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്നൊക്കെയാണ് പറയുന്നത്. അതേപോലെ ഭാര്യയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുത്താൽ അതിന് പഠിച്ചവൻ്റെ ഭാഗത്തുനിന്ന് കൂലിയുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പുതിയ പിള്ളേർ, പുതിയ കുട്ടികളൊക്കെ ഈ സ്നേഹിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, നടക്കുമെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോവുക. അല്ലെങ്കിൽ എന്താ, നമ്മൾ വെറുതെ ഇതുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രണ്ടാളെ ലൈഫിലും ഭയങ്കര പ്രശ്നങ്ങളാവും, ഡിപ്രഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര പ്രയാസമാണ്. പിന്നെ ഈ പ്രേമം, സ്നേഹം എന്ന് പറയുന്നത് വെറും കുട്ടികളായിട്ട് കാണരുത്, അതൊരു പ്രായത്തിലുണ്ടാകുന്ന ഒരു ഇതായിട്ട് കാണരുത്. ഇതൊരു ജീവിതം കൊണ്ടുള്ളത്, നമ്മളെ ജീവിതം വെച്ചുള്ള കളിയാണെന്നുള്ളൊരു കാര്യം എപ്പോഴും ഈ ചെറുപ്പക്കാരായ പെൺകുട്ടികളും ആൺകുട്ടികളും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ബൈ ബൈ.